ഇന്ന് നവംബർ 30 ഇന്നത്തെ ന്യൂസ് അനുസരിച്ച് ശബരിമലയിൽ 25,000 ഭക്തജനങ്ങൾ മാത്രമാണ് വന്നതെന്നാണ് കണക്ക്. എന്നാൽ നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് ശബരിമല ഓൺലൈൻ്റെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, ഇപ്പം ഞാൻ ഇവിടെ ശബരിമലയുടെ ഓൺലൈൻ സൈറ്റ് കാണിക്കാം. ശബരിമലയുടെ ഓൺലൈൻ സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ID ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെന്നിട്ട് വെർച്വൽ ക്യൂവിൽ നോക്കി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 3 റൂട്ടുകളാണ് തന്നിട്ടുള്ളത്. എരുമേലി കാളകെട്ടി വഴി, വണ്ടിപ്പെരിയാർ വഴി, പിന്നെ മരക്കൂട്ടത്തിൻ്റെ ബുക്കിംഗാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഇവിടത്തേക്ക് സെപ്പറേറ്റ് സ്ലോട്ടുകളൊന്നും നമുക്ക് ഈ സൈറ്റിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നടന്നു വരേണ്ടവർ എങ്ങനെയാണ്, കാളകെട്ടി റൂട്ടിൽ കൂടി നമുക്ക് സെപ്പറേറ്റ് സ്ലോട്ട് ഉണ്ടോ എന്നൊന്നും ഇതിനകത്ത് നമുക്കൊരു ഇൻഫർമേഷൻ ഇവർ തരുന്നില്ല. ഇവർ യഥാർത്ഥത്തിൽ കാണിക്കേണ്ട, ഇപ്പം കാളകെട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ കാളകെട്ടിയിൽ എത്ര സ്ലോട്ടുണ്ട്, പമ്പേക്കോട് എത്ര സ്ലോട്ടുണ്ട്, അങ്ങനെ ആയിരിക്കണം നമുക്ക് കാണിക്കേണ്ടത്. ഇനി നമ്മൾ ഡേറ്റിൻ്റെ കാര്യത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പം നവംബർ ഇന്ന് തീർന്നു, 30 കൊണ്ട് അതിനകത്ത് ഇത് കാണിക്കുന്നില്ല. പിന്നെ നമുക്കുള്ളത് നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത ഡിസംബറാണ്. ഡിസംബർ ഇപ്പോൾ നോക്കുക, 26 നമുക്ക് 41ൻ്റെ മണ്ഡല കാലം തീരുകയാണ്. അപ്പോൾ 25 വരെ നമുക്ക് ഫുള്ള് റെഡാണ് കാണിക്കുന്നത്. പിന്നെ നട തുറക്കുമ്പോൾ 30, 31 റെഡാണ്. പിന്നെ അത് കഴിഞ്ഞ് ജനുവരിയിൽ പോയി കഴിഞ്ഞാൽ 10 വരെ നമുക്ക് ഫുള്ള് റെഡാണ് കാണിക്കുന്നത്. ഇതിലൊന്നും നമുക്ക് ബുക്കിംഗ് നടക്കുന്നതല്ല. അപ്പം പിന്നെ 11, 12, 13 ഒക്കെ ബുക്കിംഗ് ഉണ്ടോ ഇല്ലയോ, നമുക്ക് പോകാൻ പറ്റുമോ ഒന്നും ഇവർ കാണിക്കുന്നില്ല. അപ്പം ഇത് എന്തെങ്കിലും ഈ സിസ്റ്റത്തിൽ ഇവർ കാണിക്കുന്നതാണോ, ആൾക്കാർ അങ്ങോട്ട് ചെല്ലാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടികളാണോ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയിപ്പം മുമ്പോട്ടൊക്കെ നമ്മൾ എല്ലാ മാസവും 1 നമുക്ക് അറിയാവുന്നതാണ്, എല്ലാ മാസവും 1 നട തുറക്കുന്നതാണ്. ഇവിടെ ഒന്നും നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വൃശ്ചികത്തിൽ ഇപ്പോൾ മാലയിട്ട് 41 ദിവസം വ്രതം എടുത്ത് ഇരിക്കുന്നവർ ഇതിലേത് സ്ലോട്ടിലാണ് കയറി പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, ഇനി സ്പോട്ട് ബുക്കിങ്ങിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കയറ്റി വിടുവോ എന്നൊന്നും നമുക്ക് ഈ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഇന്ന് ഞാൻ പെരുമ്പാവൂരിൽ എൻക്വയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നമുക്ക് കാളകെട്ടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെർച്വൽ ക്യൂവിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് പോകാമെന്നാണ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് ചെന്ന് എരുമേലി ചെന്ന് കെട്ടുമുറുക്കി ചെന്ന് കഴിയുമ്പോൾ കാനന പാതയിൽ കൂടി എൻട്രി തരുന്നില്ലെങ്കിൽ അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഇതൊന്നും ഇവരുടെ സൈറ്റിലൊന്നും ഒന്നും ക്ലിയറോ ഒരു കാര്യങ്ങളും ക്ലിയർ ആകുന്നില്ല. ഇതൊക്കെ നമ്മുടെ ശബരിമല ഭക്തന്മാരെ മനഃപൂർവ്വം വിഡ്ഢികളാക്കാനാണോ? ഇപ്പം ഞാൻ ആക്ച്വലി ഇവിടെ എറണാകുളത്തു നിന്നാണ് നമ്മൾ പോവുക. അപ്പം നമുക്ക് എറണാകുളത്തു നിന്ന് പോകുമ്പോൾ ഇത് കുറച്ചുകൂടി ഈസിയാണ്. ഞാൻ തന്നെയല്ല, ഞാൻ പത്തനംതിട്ടയിൽ ഉള്ള ഒരാളാണ്. അപ്പം നമുക്ക് എരുമേലിയിൽ നിന്ന് പോകുമ്പോൾ അത് കുറച്ചുകൂടി ഈസിയാവും. പക്ഷേ ദൂരെ നിന്നൊക്കെ വരുന്ന അയ്യപ്പന്മാർക്ക് ഇപ്പോൾ ഈ സ്ലോട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഈ സമയങ്ങളിലൊന്നും അവർക്ക് നമുക്കവിടെ ദർശനത്തിന് പോകാൻ പറ്റില്ലേ? അപ്പോൾ ഈ 25, 30 പിന്നെ ജനുവരിയിൽ ഒന്നും ഒരു സ്ലോട്ട് പോലും ഇവർ കാണിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ഇത് എത്ര ബുക്കിംഗ് ആണ്, ഇതിൽ എത്ര ഫുള്ളായിട്ടുണ്ട്, ഇനി എത്രയാണ് ബാലൻസ് ഉള്ളത്, ഇതൊന്നും ഇവർ ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പം ന്യൂസിൽ പറയുന്നു വേറെ 25,000 പേരാണ് അവിടെ ഇന്ന് ദർശനം നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ 25,000 പേരെ ദർശനം നടത്തിയിട്ടുള്ളെങ്കിൽ അത് സ്ലോട്ട് ഫുള്ളായിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഈ സ്ലോട്ട് ഈ ഏജൻറ്റ് ത്രൂ ഇതിന് ബുക്ക് ചെയ്തിട്ട് ആൾക്കാർ വരാത്തതാണോ? ഇതിനെയൊന്നും ക്ലിയർ ചെയ്യാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ ശബരിമലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ക്ലിയർ ചെയ്യാതെ നമ്മളെങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോയമ്പെടുത്തിരിക്കുന്നവർക്ക് ഈ വർഷമെങ്കിലും ശബരിമല ദർശനം നടക്കുമോ ഇല്ലയോ? ഇതൊക്കെ വലിയൊരു പ്രതിസന്ധിയാണ്. ഇതിനൊക്കെ സർക്കാർ കുറച്ചുകൂടെ ഇതിനായിട്ട് ഇതെല്ലാം ക്ലിയർ ആക്കേണ്ടതാണ്. ഇത് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ.